ഏവർക്കും ജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ട്യൂബർ റോസിനെ പറ്റിയാണ് പറയുന്നത്. മലയാളത്തിൽ ഇതിന് പറയുന്നത് രജനീഗന്ധ എന്നാണ്. സൗത്ത് അമേരിക്ക ആണ് ജന്മദേശം. അവിടെയൊക്കെ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ട്യൂബർ റോസ് ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. 3 കളറുകളാണ് ഞാൻ വാങ്ങിയത്: യെല്ലോ, പിങ്ക്, വൈറ്റ്. ഇതുപോലെ ഒരു ചെറിയ തൈയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. വഴിക്കച്ചവടക്കാരോട് വാങ്ങിയതാണ്. ഒരെണ്ണം മാത്രമേ മുളച്ച് കിട്ടിയുള്ളൂ. വെള്ളം കൂടുതലായാലും ഈ ചെടി ചീഞ്ഞു പോകും. ബാക്കി രണ്ടും മഴ സമയത്ത് മഴ കൂടുതൽ കൊണ്ട് ചീഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. ഇതിൻ്റെ പൂക്കൾക്ക് പെർഫ്യൂമിൻ്റെ സുഗന്ധമാണ് ഉള്ളത്. ഇവയുടെ പൂക്കൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്താണ് സുഗന്ധതൈലം ഉണ്ടാക്കുന്നത്. സന്ധ്യാസമയത്തും രാത്രികാലത്തുമാണ് കൂടുതൽ സുഗന്ധമുള്ളത്. ഹാരങ്ങളിലും ബൊക്കകളിലും ഈ പൂക്കൾ ഉപയോഗിക്കുന്നു. മഴക്കാലം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും പൂക്കളുണ്ടാകും. വേനൽക്കാലത്താണ് നന്നായി പൂക്കളുണ്ടാകുന്നത്. ചാണക സ്ലറിയും NPKയുമാണ് വളമായി കൊടുക്കുന്നത്. ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇലകൾ നീണ്ട് മെലിഞ്ഞ് വളരുന്നവയാണ്. ചട്ടി മുഴുവൻ നിറഞ്ഞു നിൽക്കും. പെട്ടെന്നത് ഒടിഞ്ഞു പോകും, താഴേക്ക് വീണ് കിടക്കും. കരിഞ്ഞും പഴുത്തും ഒക്കെ കിടക്കുന്നതാണ്. ഞാനെല്ലാം വെട്ടി മാറ്റിയതാണ്. ഇപ്പം നല്ല ഭംഗിയായിട്ട് ചൂടൊക്കെ നിൽക്കുന്നു. 1-2 മീറ്ററോളം ഇതിൻ്റെ സ്പൈക്ക് നീണ്ടുവരും. പിന്നീടാണ് അതിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുന്നത്. ഒരു സൈഡിൽ നിന്ന് അല്ലെ ഒന്നിൻ്റെ ആംഗിളിൽ നിന്ന് ഇതുണ്ട്, 2ആയിട്ടാണ് ഇത് വളർന്നു വരുന്നത്. 2 വശത്തേക്ക് ഇങ്ങനെ വളർന്നു വരും. എന്നിട്ടാണ് പൂ വിരിയുന്നത്. ഇതാദ്യം വിരിഞ്ഞ പൂക്കളാണ്. പതുക്കെ വാടി തുടങ്ങി. 2 ദിവസമായി ഇത് വിരിഞ്ഞിട്ട്. പൂക്കൾ 2 ദിവസത്തോളം നിൽക്കും. ഇത് ഇന്ന് വിരിയാനുള്ള പൂക്കളാണ്. സന്ധ്യാസമയം ആകുമ്പോഴാണ് ഇത് വിരിയുന്നത്. അപ്പോൾ നല്ല സുഗന്ധമാണ്. ഈ പ്ലാന്റിൻ്റെ അരികിൽ കൂടെ പോയാൽ നല്ല ഒരു സുഗന്ധമാണ്. ഇത്രയും നീണ്ടു വരും ഇതിൻ്റെ സ്പൈക്ക്. ഒരാഴ്ചയോളം ഇത് ഇങ്ങനെ വിടർന്ന് നിൽക്കുമെന്നാണ് തോന്നുന്നത്. പാതിയോളം വിരിഞ്ഞിട്ടുണ്ട് 2 ദിവസം കൊണ്ട്. കിഴങ്ങുകളുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതിൽ നോക്കിയാൽ കാണാം നല്ലൊരു കിഴങ്ങ്. മണ്ണും മണലും ഒരേ അളവിലെടുത്ത് കുറച്ച് ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ചേർത്ത് ഇത് നട്ടു വയ്ക്കാം. കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ചേർത്ത് നടാം. വെള്ളം നന്നായി വാർന്നു പോകുന്ന പോലെ വേണം നട്ടു വയ്ക്കാൻ. 5-6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടിയാലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. കിഴങ്ങുകൾ നട്ടും ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ തൈകളും സെപ്പറേറ്റ് ചെയ്ത് നടാം. ഇതിന് സീഡുകളും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സീഡുകൾ കൊണ്ടും
പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഇതളുകൾക്കൊക്കെ നല്ല കട്ടിയാണ്. കപ്പളത്തിൻ്റെ പൂ പോലെ നല്ല കനമുള്ള ഇതളുകളാണ്. നന്നായി വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം തൈകളും കിഴങ്ങുകളും ഒക്കെ നടുവാൻ. വെള്ളം കൂടുതലായി പോയാലും കിഴങ്ങുകളും ചീഞ്ഞു പോകും, തൈകളും ചീഞ്ഞു പോകും. ഇവയിൽ 5-6 തൈകൾ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ചട്ടി നിറച്ച് ഇതിൻ്റെ തൈകളായി കഴിയുമ്പോൾ 3, 4, 5 ധാരാളം സ്പൈക്കുകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണുവാൻ വളരെ ഭംഗിയാണ്. ഒന്നാണെങ്കിലും ഭംഗിയാണ്. അപ്പോൾ കൂടുതൽ സ്പൈക്കുകൾ ഒന്നിച്ചുണ്ടായി നിൽക്കുമ്പോൾ കുറേ കൂടി മനോഹരമായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.